ഗുഡ് മോർണിംഗ് എവറി വൺ. കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന സബ്ജക്റ്റിൽ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കോ ഓപ്പറേഷൻ. എന്തൊക്കെയാണ് കോ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബെനിഫിറ്റ്സിനെ പ്രധാനമായും 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: എക്കണോമിക് ബെനിഫിറ്റ്സ്, സോഷ്യൽ ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ആൻഡ് എത്തിക്കൽ ബെനിഫിറ്റ്സ്. ഓരോ ബെനിഫിറ്റ്സും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ബെനിഫിറ്റ്സ്. എന്താണ് എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഈ ഒരു കോർപ്പറേഷനിലൂടെ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ഇൻകമോ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയറോ എല്ലാം ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും ഏൺ ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ബെനിഫിറ്റ്. എന്തൊക്കെയാണ് അതിൽ വരുന്ന പോയിന്റ്സ് നമുക്ക് നോക്കാം. ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻസെൻറ്റീവ് ഇൻ ബിസിനസ് ബൈ ദാറ്റ് ഓർ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. നമ്മൾ പഠിച്ചു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് സർവീസാണ്. സെക്കൻഡ് പ്രയോറിറ്റി മാത്രമേ എന്തിനുള്ളൂ? പ്രോഫിറ്റിനുള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷനുള്ളൂ നമ്മൾ പഠിച്ചു, അല്ലേ? സർവീസ് ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റും ഏത് ഏൺ ചെയ്യുന്നുണ്ട്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ പോലും ഒരു പ്രോഫിറ്റ് ഏത് സ്ഥാപനവും ഏൺ ചെയ്യുന്നുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഏൺ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഫിറ്റിൽ നിന്നിൻ്റെ ഒരു ഷെയർ അതിലെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് എ മോർ എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. നമ്മൾ പഠിച്ചിരുന്നു, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിരുന്നു എന്ത്? ഈക്വാലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ആ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഓർ പ്രോഫിറ്റ്. എ ബ്രേക്കപ്പ് ഓഫ് മോണോപോളിസ്റ്റിക് ടെൻഡൻസീസ്. മൊണോപോളിസ്റ്റിക്, എന്താണ് ഈ മൊണോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുത്തക വ്യവസായം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? എന്താണ് ഈ മോണോപോളിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്? കുത്തക വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ഗുഡ്സിനൊക്കെ ഹൈ പ്രൈസിലാണ് അവർ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകൾ ഏതിനുണ്ട്? ഒരു മോണോപോളിസ്റ്റിക് അല്ലെങ്കിൽ കുത്തക വ്യവസായത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കുത്തക വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോണോപോളിസ്റ്റിക്കിൻ്റെ എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ഏതിലൂടെ സാധിക്കുന്നുണ്ട്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ ക്വാളിറ്റിയുള്ള ഗുഡ്സ് വളരെ ചീപ്പ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ ആൻഡ് റിയൽ വേജസ് ടു ഇൻഡിവിജ്വൽസ്. ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും എന്ത് കിട്ടുന്നുണ്ട്? അവരുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള വേജസ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ എലിമിനേഷൻ ഓഫ് അൺനെസസറി മിഡിൽ മാൻ. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ ആണ്. നമ്മൾ മുന്നേ പഠിച്ചു, അല്ലേ? മിഡിൽ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇടനിലക്കാർ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇവർ നേരിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങുകയും അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. മിഡിൽ മാൻ്റെ സഹായത്തോടു കൂടി അല്ലാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് തുടങ്ങിയിട്ടുള്ള മിഡിൽ മാനിലൂടെയാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് കൂടാൻ അത് കാരണമാകും. സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റ് ഹൈ പ്രൈസിലായിരിക്കും മാർക്കറ്റിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ മിഡിൽ മാൻ, അൺനെസസറി ആയിട്ടുള്ള മിഡിൽ മാനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ള കോസ്റ്റ് ഒഴിവാക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് വളരെ ചീപ്പ് റേറ്റിൽ അവർക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
അടുത്ത പോയിന്റായിട്ട് പറഞ്ഞത് മോർ ആക്യുറേറ്റ് കോറിലേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും തമ്മിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് സമയത്ത് തന്നെ അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈയിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താൻ ഏതിലൂടെ സാധിക്കുന്നുണ്ട്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ സ്റ്റെബിലൈസേഷൻ ഓഫ് ദി എംപ്ലോയ്മെൻറ്റ്. കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഓരോ മെമ്പേഴ്സിനും അവരുടെ എംപ്ലോയ്മെൻറ്റിൽ ഒരു സ്ഥിരത ഉറപ്പുവരുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജനറൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതായത് തൊഴിലാളി എന്നോ മുതലാളി എന്നോ ഒരു വേർതിരിവില്ലാതെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് എവിടെയുണ്ട്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. The last one is cheap marketing and processing of farm product at reasonable price. അതായത് ചീപ്പ് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്രൈസിൽ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഗുഡ്സ് മാർക്കറ്റിലേക്ക് എത്തിക്കാനും അതേപോലെ ഫാം പ്രൊഡക്റ്റുകളൊക്കെ വളരെ റീസണബിൾ പ്രൈസിൽ മാർക്കറ്റിൽ എത്തിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്കണോമിക് ബെനിഫിറ്റിൽ പെടുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ആണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. ടു പ്രൊവൈഡ് എ യുണീക്ക് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ടോളറേഷൻ. അതായത് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചു അല്ലേ. അതിലുള്ള മെമ്പേഴ്സിന് അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഡെമോക്രസി അല്ലേ. നമ്മൾ പഠിച്ചു എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉള്ളത്. 1 man 1 vote അല്ലേ, അതായിരുന്നു ഒരു കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അതോടൊപ്പം തന്നെ ടോളറേഷൻ. എന്താണ് ടോളറേഷൻ എന്ന് പറഞ്ഞാൽ ക്ഷമാശീലം അല്ലേ. മറ്റു ബിസിനസ് സ്ഥാപനങ്ങൾ പോലെ അല്ല, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയ ഉടൻ തന്നെ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നും വിചാരിച്ച രീതിയിലുള്ളൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള, അതുപോലെ തന്നെ മറ്റു ബിസിനസ് സ്ഥാപനത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് മാത്രമേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, പകരം എന്താണ്, സൊസൈറ്റിക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടോളറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ടു ഇവോൾവ് ആൻ ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എമംഗ് ഓൾ. ഇതിലുള്ള എല്ലാവരും പരസ്പരം നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്ട്രോങ് ഫ്രണ്ട്ലി ഓർ ഫാമിലി സ്പിരിറ്റ്. ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ഓരോ മെമ്പേഴ്സിനും ആ ഒരു സൊസൈറ്റി എന്താണ്, ഒരു ഫാമിലി ആണ് എന്നുള്ള ഒരു ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാം. The next one is to secure rational construction and unifying approaches to social and economic problems. എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ. അൺഎംപ്ലോയ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളുടെ സൊസൈറ്റി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ റാഷണലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സോൾവ് ചെയ്യാൻ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കുന്നു എന്നുള്ളതും നമുക്കിതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് പറയാൻ സാധിക്കും. Then to prevent underemployment and unemployment. അൺഎംപ്ലോയ്മെൻറ്റ് ഒരു വലിയ പ്രോബ്ലമാണ്, സൊസൈറ്റി നേരിടുന്ന ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് അല്ലേ. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ഈ ഒരു സൊസൈറ്റിയിലെ മെമ്പർ ആകാവുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, സൊസൈറ്റിയിൽ പലതരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഇവർ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോബ്ലം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Then to secure moral as well as physical satisfaction of poor quality, correct weight and fair dealings. മൊറാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പുവർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സർവീസസുകൾ മാത്രമേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കറക്റ്റ് വെയിറ്റേജസ് ആൻഡ് ഫെയർ ഡീലിങ്സ്, ഇവരുടെ ഡീലിങ്സ് വളരെ ഫെയർ ആയിരിക്കും. അപ്പോൾ 100% സത്യസന്ധമായ രീതിയിലും ഫെയർ ആയിട്ടുള്ള രീതിയിലും ക്വാളിറ്റിയുള്ള രീതിയിലുമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു എയിമാണ് എന്തെന്ന് പറഞ്ഞത്? ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുക, അല്ലേ? ആളുകളെ ചൂഷണം ചെയ്യുക, എംപ്ലോയീസിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലം എവിടെയില്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ്. എഡ്യൂക്കേഷനിലായിട്ട് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉള്ളത്? ദ ഇൻഡിവിജ്വൽ ലേൺ ബൈ എക്സ്പീരിയൻസ് ഗെയിൻ ഇൻ പ്രാക്ടിക്കൽ വർക്ക് ഓഫ് കോപ്പറേഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെയുള്ള മെമ്പേഴ്സിന് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ബൈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്, അല്ലേ? അവർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചും അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയാണ്. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ സൊസൈറ്റി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. Then it also sponsor education. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലേ? പല സ്കൂളുകൾ, അതുപോലെ കോപ്പറേറ്റീവ് കോളേജുകൾ, ഇത്തരത്തിലുള്ള പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Then to train the people to take initiative in organizing. ആളുകൾക്ക് എന്ത് കാര്യങ്ങളും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് എടുക്കാൻ, ഓർഗനൈസ് ചെയ്യാനുള്ള അത്തരത്തിലുള്ളൊരു കപ്പാസിറ്റി ആളുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിന് വേണ്ട ട്രെയിനിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെയൊക്കെ ടു ക്രിയേറ്റ് എൻ എക്സ്പേർട്ട്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഏത് കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ അതിനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ബെനിഫിറ്റ്സ് എന്താണ്? എത്തിക്കൽ ഓർ മോറൽ ബെനിഫിറ്റ്സ്. എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാർമ്മികമായ രീതിയിൽ അല്ലെങ്കിൽ 100% സത്യസന്ധമായ രീതിയിൽ എത്തിക്സ് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അവിടെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ്. ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളും എവിടെ വരുന്നില്ല? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇല്ല എന്നുള്ളതാണ്. ദ പോളിസി ഓഫ് ഹോണസ്റ്റി ഈസ് എ നെസസറി ഇൻ കോപ്പറേഷൻ. ഒരു കോപ്പറേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഹോണസ്റ്റി, സത്യസന്ധത. 100% സത്യസന്ധമായിട്ടാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അതതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാം. ദി മോട്ടോ ഓഫ് കോഓപ്പറേഷൻ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ്റെ പ്രധാന മോട്ടോ എന്താണ്? ഈച്ച് ഫോർ ഓൾ, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾ ഫോർ ഈച്ച്, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. അപ്പോൾ പരസ്പരം എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് അതിലെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളതല്ല. മെമ്പേഴ്സിനോടൊപ്പം തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സൊസൈറ്റിയിൽ ഓരോ ആളുകളുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. Third one is cooperation aims at the production of fine human beings. കോപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്ത്? വളരെ ഫൈൻ ഹ്യൂമൻ ബീയിങ്സ്, വളരെ നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമൻ ബീയിങ്സിനെ, മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കോപ്പറേഷൻ്റെ ഒരു എയിമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ദീസ് ആർ ദ എത്തിക്കൽ ഓർ മോറൽ ബെനിഫിറ്റ്സ്. 100% ഹോണസ്റ്റി ആയിട്ടും എത്തിക്കലായിട്ടും മോറലായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. അൺഎത്തിക്കലായിട്ടോ അൺഫെയർ ആയിട്ടോ അല്ലെങ്കിൽ ഇമ്മോറലായിട്ടോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവരുടെ
കാര്യം ഇവരുടെ ആക്ഷൻസിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഇവർ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആണെങ്കിലും ശരി സർവീസസ് ആണെങ്കിലും ശരി 100% ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള രീതിയിലുമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ ബെനിഫിറ്റ്സ് ഓഫ് കോഓപ്പറേഷൻ. ഓക്കെ, താങ്ക് യു.